ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു 3D മൂവി, അതുപോലെ തന്നെ നല്ല കിടിലൻ ഡോൾബി അറ്റ്മോസ് സെറ്റപ്പിലൊക്കെ ഒരു മൂവി കാണണമെങ്കിൽ നല്ലൊരു കിടിലൻ ഡിവൈസ് നമുക്ക് വേണം. കാരണം ഓൺലൈനിൽ വരുന്ന OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന മൂവീസ് നമുക്ക് അത്ര അറ്റ്മോസ് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു കിടിലൻ എഫക്റ്റ്, അതായത് ഒരു കിടിലൻ ഒരു ഡോൾബി അറ്റ്മോസ് മൂവി, അതുപോലെ തന്നെ ഒരു 3D മൂവിയെ കാണണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഡിവൈസ് എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മുടെ തിയേറ്ററിൽ ഉണ്ടായിരിക്കണം. അതായത് ഒരു ഏത് തിയേറ്റർ ആയാലും, ചെറിയ ബഡ്ജറ്റ് ആയാലും, ലോ ബഡ്ജറ്റ് ആയാലും, ഹൈ ബഡ്ജറ്റ് ആയാലും മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കിടിലൻ ഐറ്റം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സിഡു ബ്രാൻഡിൽ വരുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ Z9X എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വെർഷൻ ഉണ്ടായിരുന്നു, Z9X Pro ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമായിട്ട് അതിൻ്റെ ഒരു ഹയർ വെർഷനാണ് Z9X 8K എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇതിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഡോൾബി അറ്റ്മോസ് മൂവി കാണണമെങ്കിൽ അല്ലെങ്കിൽ 3D മൂവി കാണണമെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് അതിന്റെ ഫയൽസ് വേണം. അതൊരു OTT വരുന്ന ഫയൽ എന്നൊക്കെ പറഞ്ഞാൽ കംപ്രസ്ഡ് ഫോർമാറ്റിൽ ഒരു 2GB 3GB ഒക്കെ മാക്സിമം വരുള്ളൂ. അപ്പോൾ നമുക്കൊരു ഹൈ ക്വാളിറ്റി മൂവി കാണണമെങ്കിൽ മിനിമം ഒരു 30 അല്ലെങ്കിൽ ഒരു 50 സൈസെങ്കിലും GB സൈസെങ്കിലും വരുന്ന മൂവീസ് ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ സോഴ്സ്. അപ്പോൾ അതുപോലത്തെ ഒരു ഫയൽ നമുക്ക് പ്ലേ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് ഡിസ്കിൽ അതിന്റെ കോപ്പി ഓൾറെഡി ഉണ്ടായിരിക്കണം. അതായത് ഹാർഡ് ഡിസ്കിൽ നമ്മൾ ഫിലിംസ് കോപ്പി ചെയ്തിട്ട് ഇതേപോലത്തെ ഡിവൈസിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് അത്യാവശ്യം ഹൈ ക്വാളിറ്റി മൂവീസ്, അതുപോലെ തന്നെ 3D മൂവീസ് എല്ലാം നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ വശമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഡോൾബി അറ്റ്മോസ് 3D 4K ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി തിയേറ്ററിൽ കാണുന്ന അതൊരു ക്വാളിറ്റിയും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിവൈസ് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്യാം നമുക്ക്. ഓക്കെ, നമ്മുടെ സിഡുവിൻ്റെ ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്യും. ജസ്റ്റ് ഒരു കവർ കോട്ടിംഗ് ഉണ്ട്. നമുക്ക് നൈഫ് ഇങ്ങോട്ട് മാറ്റി. ഇതിന്റെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രീമർ, ഡിവൈസ്, റിമോട്ട്, അതുപോലെ നല്ലൊരു അടിപൊളി HDMI കേബിൾ, ബാറ്ററി, 3 ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അഡാപ്റ്റർ, ഒരു ഡാറ്റ കേബിൾ കൂടെ ഉണ്ട്. ഇത്ര ഐറ്റംസ് ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഒന്ന് അഴിക്കാം. അപ്പോൾ അതാണ് ഈ സൈഡിൽ USB 3.0യുടെ 2 പോർട്ട് വരുന്നുണ്ട്. പിന്നെ സാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ കേബിളിൻ്റെ ഒരു പോർട്ട് വരുന്നുണ്ട്. പിന്നെ USB 2.0ൽ 2 പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം 4 USB കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ വേണ്ട 4K Ultra HD, HDR, HDMI, DTS വരുന്നുണ്ട്, ഡോൾബി വിഷൻ, ഡോൾബി ഓഡിയോ, അതുപോലെ ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതാണ് ബാക്കിൽ വരുന്ന പോർട്ട്. മുമ്പത്തെ മോഡലിനെ അപേക്ഷിച്ച് മുമ്പത്തെ മോഡലിൽ നമുക്ക് HDMI ഇന്നും അതുപോലെ തന്നെ HDMI ഔട്ടും ഉണ്ടായിരുന്നു. ഇതിൽ ആകെ ഒരു HDMI വരുന്നുള്ളൂ. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ വയർലെസ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഒപ്റ്റിക്കലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള കണക്ഷൻ ഉണ്ട്. പിന്നെ ബാക്കിലും ഒരു USB 3.0. അപ്പോൾ ടോട്ടൽ 5 USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. USB 3.0 3 USB 2.0 2 വരുന്നുണ്ട്. അപ്പോൾ ഹാർഡ് ഡിസ്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 16 TB വരെ ഹാർഡ് ഡിസ്ക് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഹാർഡ് ഡിസ്ക് നമ്മൾ എക്സ്റ്റേണൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 TB ഹാർഡ് ഡിസ്ക് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഒരു പഴയ മൂവി, അതിൻ്റെ ഡീറ്റെയിൽസ് റിമോട്ടോട്. ഓക്കെ, അപ്പോൾ നമ്മളിത് മൂവിയുടെ ഡീറ്റെയിൽസ് അടക്കം നമുക്ക് കണ്ട ഡിസ്പ്ലേയിൽ വരും. അതിൻ്റെ ഫോർമാറ്റ് ഏതാണ്, വീഡിയോ റെസൊല്യൂഷൻ, അതുപോലെ തന്നെ ബിറ്റ് റേറ്റ്, റിയൽ ടൈം ബിറ്റ് റേറ്റ്, ഫയൽ സൈസ്. ഇപ്പോൾ 9.5 GB ഫയലാണ് പ്ലേ ചെയ്യുന്ന ഓഡിയോ, DTS, അതുപോലെ തന്നെ DTS HD 5.1 ആണ് ഫയൽ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അറ്റ്മോസ് ഉണ്ടെങ്കിൽ അറ്റ്മോസ് ആണ് ഫുൾ ഡീറ്റെയിൽസ് വരും. അത് തന്നെ ആ ഒരു ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഒരു ക്വാളിറ്റി കിട്ടുന്നത്. ഇപ്പോൾ 4K ആണെങ്കിൽ 4K ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സബ് ടൈറ്റിൽ വേണമെങ്കിൽ സബ് ടൈറ്റിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3D ആണെങ്കിൽ 3D, അത് 3D എനേബിൾ ചെയ്യാനുള്ള മോഡുകൾ, പല ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ സബ് ടൈറ്റിൽ ആഡ് ചെയ്യാം. ഓഡിയോ നമുക്ക് അതുപോലെ തന്നെ ഓഡിയോ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് വരും. അതുപോലെ തന്നെ ഇതിൽ ബ്ലൂറേ മെനു ഉണ്ട്. അതായത് നമ്മൾ ബ്ലൂറേ പ്ലെയർ ഇട്ട് കാണുമ്പോൾ
പ്ലേ ആവുന്ന ബ്ലൂറേ മെനുവിൽ നമുക്കിത് പ്ലേ ചെയ്യാൻ പറ്റും. ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് റേഷ്യോ ചേഞ്ച് ചെയ്യാൻ പറ്റും. പ്ലേ മോഡ് അങ്ങനെ നമുക്ക് ഒരു എന്താ പറയുക ഒരു മൂവിക്ക് കിട്ടാവുന്ന മാക്സിമം ക്വാളിറ്റി അതുപോലെ തന്നെ മാക്സിമം ഫീച്ചേഴ്സ് നമുക്ക് ഒരു ബ്ലൂറേയിൽ അതായത് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ബ്ലൂറേ കാണുന്ന സെയിം ഫീച്ചേഴ്സിൽ നമുക്ക് മൂവീസ് എല്ലാം പ്ലേ ചെയ്യാൻ പറ്റും. കാരണം ഒരു ബ്ലൂറേ മേടിക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതൽ 4K 3D ഒക്കെ വരുന്ന ഒരു ബ്ലൂറേ 3000 4000 ഒക്കെ റേഞ്ച് വരും. അപ്പോൾ ഒരു മൂവി നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 10 മൂവി കാണുന്ന പൈസക്ക് ഇതുപോലത്തെ ഒരു ഡിവൈസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം മൂവീസ് കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഡിവൈസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.